ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? എങ്ങനെയുണ്ടായിരുന്നു ഓണമൊക്കെ? 2 ദിവസം തിരക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇത് എൻ്റെ ഇളയ മകൻ ആദർശ് കൃഷ്ണനാണ്. അവന് ബാംഗ്ലൂരാണ്, അവധിക്ക് വന്നതാണ്. ഞങ്ങളിന്ന് റാന്നിക്ക് പോയി, എൻ്റെ വീട്ടിൽ പോയിട്ട് ഇപ്പോഴാണ് വന്നതേ ഉള്ളൂ. അപ്പോഴേ ഒരു വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരെയും ഒന്നുകൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകത പറഞ്ഞു കൊടുക്കണേ അങ്ങോട്ട്. ഇന്ന് എൻ്റെ മോൻ ഒരു ആപ്പിളിൻ്റെ ഐഫോൺ വാങ്ങിച്ചു. അതിലാണ് ഞാനിന്ന് വീഡിയോ എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ടതിനെക്കാട്ടിലൊക്കെ ക്ലാരിറ്റി ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനെക്കാട്ടിലെല്ലാം ക്ലാരിറ്റി ഉണ്ടല്ലേ? എല്ലാവരും കമൻറ്റിൽ രേഖപ്പെടുത്തുക. എൻ്റെ മോന് ബാംഗ്ലൂരിൽ അനസ്തേഷ്യ പഠിച്ച് അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയാണ്. വലിയ മകൻ്റെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലയോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വലിയ മോനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, നമ്മളൊരിക്കലും സെൽഫിഷ് ആകാൻ പാടില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനകരം ആകത്തക്ക വിധം നമ്മൾ അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്ത് നമ്മൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മാത്രം അതിൻ്റെ പ്രയോജനം ആകണമെന്ന് ആഗ്രഹിച്ചുകൂടാ, മറ്റുള്ളവർക്കൂടെ അതിൻ്റെ ഗുണം കിട്ടണം. ഞാൻ തന്നെ ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിക്കാൻ പാടുള്ളൂ എന്നുള്ള ചിന്ത മാറ്റി, എല്ലാവരും ഈ ഭൂമിയിൽ ഈശ്വരൻ്റെ സൃഷ്ടികളാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള മാർഗം ഇല്ലാത്തവർക്കും കൂടി ഉള്ളവർ കാണിച്ചു കൊടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ എല്ലാം എനിക്ക് മാത്രം കിട്ടണം എന്നുള്ള ദുരാഗ്രഹം അത് പാടില്ല. പിന്നെ എന്താണ് മോന് പറയാനുള്ളത്? പറ. സ്വന്തം കാര്യം അവൻ്റെ അടുത്ത് സ്വന്തമായിട്ട് തന്നെ ആവണം. സെൽഫിഷ് അവൻ്റെ അടുത്ത് ആവണ്ട, താവണ്ട. അത്ര എനിക്ക് പറയാം. ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാൻ പാടില്ല. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ കുറയ്ക്കുക. എന്ത് ചെയ്താലും എക്സ്പെക്ട് ചെയ്യാതിരിക്കുക. അതെ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മുൻപുള്ള വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ചിക്കൻ ട്രൈ ചെയ്യുന്നോ? ഞാൻ ചിക്കൻ കഴിക്കത്തില്ല, മോൻ അറിയാമല്ലോ. ഇല്ല, ഞാൻ കഴിക്കാറില്ല. പിന്നെന്താ വേറെ വിശേഷം? ഈ വർഷത്തെ ഓണം വളരെ സന്തോഷം നിറഞ്ഞ ഓണമായിരുന്നു എല്ലാ രീതിയിലും. അത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും സന്തോഷമായിട്ട് ഓണം അടിച്ചു പൊളിച്ച് ഇരിക്കുക. നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ. ഇന്ന് ഇച്ചിരി ടയേർഡാണ്, യാത്രയൊക്കെ ചെയ്ത് രാവിലെ പോയത്, ഇപ്പോഴാണ് വന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ചെറിയ വീഡിയോ ആക്കി ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ. അമ്മ പഠിച്ചു വരുന്നതേ ഉള്ളൂ, ശിശുവാ. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.